നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ പേര് എന്ന നമ്മുടെ പുതിയ സീരീസിൻ്റെ അടുത്ത രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ആദ്യം ഒരു തിരുവചനം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യം. ദൂതൻ മറിയത്തോട് പറയുന്നതാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൻ്റെ പേര് നമ്മൾ ആദ്യം സംസാരിച്ചിരുന്നത് പോലെ നമ്മുടെ ദൈവത്തെ മനുഷ്യർ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ സാഹചര്യത്തിലും ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട അവസ്ഥകളെ വെച്ച് ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് ദൈവത്തെ അവർ ഓരോ പേരിൽ വിളിച്ചു. യഥാർത്ഥത്തിൽ ഒരു പേരാണുള്ളത്. ആ സാഹചര്യങ്ങൾ ഇടപെട്ട സാഹചര്യങ്ങളോട് അനുരൂപരാക്കി അവർ ഒരു പ്രത്യേക രീതിയിൽ ദൈവത്തെ ഓരോ തരത്തിൽ വിളിക്കാൻ തുടങ്ങി. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനുഷ്യൻ വിളിച്ചതല്ല, ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ തന്നെ മറ്റൊരു നാമമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, ദൂതൻ വഴി പറഞ്ഞത്, ഗബ്രിയേൽ ദൂതൻ വഴി ദൈവം പറഞ്ഞത്. ഇങ്ങനെയാണ്, നീ അവന് യേശു എന്ന് പേരിടണം. യേശു യേശു എന്ന ഈ തിരുവചനത്തിൻ്റെ, യേശു എന്ന ദൈവനാമത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു രഹസ്യത്തിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. ഈ നാമത്തിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ സാത്താൻ്റെ വഞ്ചനയിൽപ്പെട്ട് പാപം ചെയ്തു. ദൈവം മനുഷ്യനോട് കുറച്ച് വഴക്ക് പറയുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സർപ്പത്തോട് ദൈവം ചില ശാസനകളും കുറച്ച് ശിക്ഷകളും സർപ്പത്തിന് ദൈവം നൽകുന്നുണ്ട്. ഏറ്റവും അവസാനം ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവിടം മുതൽ നിങ്ങളോർത്തോ, ആ സെക്കൻഡ് മുതൽ പിശാച്, അതായത് ദുഷ്ട സർപ്പം, മനുഷ്യനെ വഞ്ചിച്ച ആ സർപ്പം ഏത് സന്തതിയാണ് അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്ന് വരുന്ന ഏത് കുഞ്ഞാണ് തന്നെ തകർക്കുവാൻ പോകുന്നതെന്ന് അവൻ അപ്പോൾ മുതൽ കാത്തിരിക്കാൻ തുടങ്ങി. അവൻ ആദ്യം വിചാരിച്ചു ചിലപ്പോൾ ഹവ്വായുടെ കുഞ്ഞായിരിക്കുമെന്നോർത്ത് ആദ്യം കായേനെ പാപത്തിനകത്ത് വീഴ്ത്തി, രണ്ടാമത് ആബേലിനെ കൊന്നു. ഓരോ സ്ത്രീയുടെ കുഞ്ഞുങ്ങളെയും അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളെയും ഇവൻ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപത്തിൻ്റെ സ്വാധീനത്തിനകത്താക്കി പാപം ചെയ്യിച്ചു. അങ്ങനെ അവൻ വിചാരിച്ചു, അതായത് സാത്താൻ വിചാരിച്ചു ദൈവം പറഞ്ഞ ഈ പ്രവൃത്തി പൂർത്തിയാകില്ലാന്ന്. എന്നാൽ ദൈവം കരുതിയത് വേറൊന്നായിരുന്നു. ഒരു സ്ത്രീയെ ദൈവം ഈ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയോടാണ് കർത്താവിൻ്റെ ദൂതൻ എന്ന് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു ശിശുവിനെ പ്രസവിക്കും. ആ ശിശു ജനിക്കാൻ പോകുന്നത് മാനുഷിക ശക്തിയിലല്ല, പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നല്ല. ജനിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. അതായത് മനുഷ്യൻ്റെ ഇടപെടൽ കൂടാതെ, ഒരു പുരുഷൻ്റെ പ്രവൃത്തി കൂടാതെ ദൈവം ഒരു കുഞ്ഞിന് ജന്മം നൽകും. ബൈബിളിനകത്ത് പലയിടങ്ങളിലും, പഴയ നിയമത്തിനകത്ത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പലയിടങ്ങളിലും രക്ഷകൻ വരുന്നു, രക്ഷകൻ വരാൻ പോകുന്നു, രക്ഷകൻ വരും എന്നെല്ലാം പറഞ്ഞത് ഈ ഒരു ശിശുവിനെ കുറിച്ച് മാത്രമാണ്. ആ സ്ത്രീയെ ഒരുക്കി വെച്ച് അവളുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ കൃപ ആദ്യം സമൃദ്ധമായി ചൊരിഞ്ഞു. ദൂതൻ പറഞ്ഞത് എങ്ങനെയാണ്, ദൈവ സന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, ഫുൾ ഓഫ് ഗ്രേസ്, ദൈവ കൃപ നിറഞ്ഞവളെ എന്നാണ് പറയുന്നത്. അവളെ ആദ്യം ദൈവം തൻ്റെ കൃപയാൽ നിറച്ചു. ദൈവ കൃപ ആരിലൂടെയാണോ വെളിപ്പെടാൻ പോകുന്നത്, അവൻ വെളിപ്പെടുവാനായി ദൈവം ഒരുക്കിയ ആ പാത്രത്തെ ദൈവം ആദ്യം കൃപയാൽ നിറച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഞാൻ നിൻ്റെ അകത്ത് നിന്ന് ഒരു കുഞ്ഞിനെ പുറത്തുകൊണ്ട് വരാൻ പോവാം, എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ. അവന് നീ യേശു എന്ന് പേരിടണം. ഇനി ഈ യേശു എന്ന വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. യേശു എന്ന് നമ്മൾ ബൈബിളിൽ യേശു എന്ന് വായിക്കുന്നു. നമ്മുടെ റീത്തുകൾ, നമ്മുടെ കാത്തലിക് ചർച്ചിനകത്തുള്ള റീത്തുകൾ അവരുടെ പാരമ്പര്യം അനുസരിച്ച് ഈശോ എന്ന് വിളിക്കുന്നുണ്ട്, യേശു എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ
ഹീബ്രു മൂലപദത്തിലേക്ക് തിരിയുമ്പോൾ, ഇതിൻ്റെ യഥാർത്ഥ ഭാഷയിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യാഹ്ഷുവ, യാഹ്ഷുവ. അതായത് യാഹ്വേ, യഹോവ, ഷുവ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ യഹ്ഷുവ. യാഹ്ഷുവ തന്നെ കുറച്ചുകൂടെ ഒന്ന് ചുരുക്കുമ്പോൾ യഹ്ഷുവ എന്ന് പറയും. അതായത് യാഹ്വേ, ദൈവം. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ യാഹ്വേ എന്ന അതേ ദൈവം, യഹോവ ദൈവം, ആ ദൈവം രക്ഷിക്കുന്നു. ഇതാണ് യേശു എന്ന നാമത്തിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത്. ദൈവം രക്ഷിക്കുന്നു. ഈ നാമത്തിൽ ആര് വിശ്വസിച്ചാലും, ഈ യേശു എന്ന, അതായത് യാഹ്ഷുവ അല്ലെങ്കിൽ യശുവ എന്ന് വിളിക്കുന്ന ഈ യേശു എന്ന ഈ നാമത്തിൽ ആര് വിശ്വസിച്ച് കഴിഞ്ഞാലും, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ അറിഞ്ഞോ, ഈ നാമത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്നവൻ്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. അതുപോലെ തന്നെ കേൾക്കുന്ന നിങ്ങളായാലും ഈ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ നാമത്തിനകത്തുള്ള സകല നന്മകളും നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. ഈ യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനെ, മകളെ, നീ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഏത് സാഹചര്യത്തിലാണോ നീ പീഡിപ്പിക്കപ്പെടുന്നത്, ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ മാറ്റുവാൻ പറ്റാത്ത ചില പാപ സാഹചര്യങ്ങളായിരിക്കാം, എത്ര ശ്രമിച്ചിട്ട് മാറാത്ത ചില പാപങ്ങളായിരിക്കാം, കടബാധ്യതയായിരിക്കാം, തിന്മയുടെ സ്വാധീനമായിരിക്കാം, അതല്ലെങ്കിൽ പൈശാചിക ബന്ധനത്തിനകത്തോ പൈശാചിക ആക്രമണങ്ങളോ പെട്ടിരിക്കുകയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പൈശാചിക സ്വാധീനം നമ്മളെ കീഴടക്കുന്നുണ്ടാകുമായിരിക്കാം, തകർച്ചയുടെ വക്കിലായിരിക്കാം കിടക്കുന്നത്. പക്ഷെ ഒരു കാര്യം, യഹോവ രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു എന്നുള്ള യാഹ്ഷുവ അല്ലെങ്കിൽ യശുവ എന്ന യേശു എന്ന നാമത്തിലും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനെ, മകളെ, നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ ആ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 പറയുന്നത് ഇങ്ങനെയാണ്: അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. ഈ യാഹ്വേ രക്ഷിക്കുന്ന ഈ നാമത്തെ നീ അറിയുവാൻ തുടങ്ങിയാൽ ആ നിമിഷം മുതൽ സ്വർഗത്തിൻ്റെ ഒരു കവറിങ് നിങ്ങളുടെ മേൽ വീഴും. പിന്നെ പിശാചിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ആ നാമത്തിൻ്റെ യഥാർത്ഥ ബോധ്യത്തിനകത്തേക്ക് നമ്മൾ ഇറങ്ങുവാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ പ്രിയപ്പെട്ടവരെ സ്വർഗം നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. കാരണം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ്: അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അതായത് സ്വർഗീയ വിജ്ഞാനം യേശുവിനകത്തായിരിക്കുന്നത്, അറിവ് യേശുവിനകത്തായിരിക്കുന്നത്. അവനാണ് സകലത്തിൻ്റെയും സ്രോതസ് എന്ന് പറയുന്നത്. അവനെ നമ്മൾ അറിയുമ്പോൾ അവൻ്റെ ആ നാമത്തിൻ്റെ വെളിപാടിലേക്ക്, ആ യേശു എന്ന നാമത്തിൻ്റെ വെളിപാടിനകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ആ കർട്ടനിട്ട് വെച്ചിരുന്ന ആ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ തുടങ്ങും. ആ കർട്ടൻ അൺവെയിൽ ചെയ്യപ്പെടും. കാരണം അവനിലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗം പോലും അവനിലാണ്, അവന് വേണ്ടിയാണ്, അവനിലൂടെയാണ്. അതാണ് യേശു എന്ന നാമത്തിൻ്റെ പ്രത്യേകത. സകലതും അവന് വേണ്ടി, അവനിലൂടെ, അവനിൽ നിന്നാണ്. ഇതാണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത. അതായത് ഈ നാമത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ അവൻ്റെ അകത്താണ്. അവൻ്റെ നാമത്തെക്കുറിച്ചുള്ള വെളിപാട് സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആവും. ഈ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ആഗിരണം ചെയ്യും. അതായത് നിങ്ങളെ ഈ നാമം തൻ്റെ അകത്തേക്ക് മാറ്റും. യേശു എന്ന നാമത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾ മാറ്റപ്പെടും. അതായത് യേശുവിൻ്റെ കവറിങ്ങിനകത്തായി നിങ്ങൾ മാറ്റപ്പെടും. പിന്നെ ഒരു തിന്മയ്ക്കും നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. അതാണ് യശുവ എന്ന ഈ നാമത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി നമുക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. ഈ നാമത്തിലാണ് രക്ഷയിരിക്കുന്നത്, മറ്റൊരുവൻ്റെ രക്ഷയില്ല. ദൈവത്തിലേക്കെത്താൻ പല വഴികൾ, ചിലപ്പോൾ പല മത അധ്യക്ഷന്മാരോ പല മത പുരോഹിതന്മാരോ മറ്റു പലരും പറയുമായിരിക്കാം, ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന വഴിയിലൂടെയും ദൈവത്തിലേക്ക് എത്താമെന്ന് പലരും പറയുമായിരിക്കാം. ഇല്ല, അങ്ങനെയൊന്നുമില്ല. 1000 വഴികളിലൂടെ ദൈവത്തിലേക്ക് എത്താമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാത്രമാണ്. കർത്താവ് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നില്ല. അതായത് പല വഴികളിൽ ഒന്നല്ല യേശു, ദൈവത്തിലേക്കുള്ള ഏക വഴി, അതായത് നിന്റെ രക്ഷയിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു മാത്രമാകുന്നു.
ഈ നാമത്തിലാണ് രക്ഷയിരിക്കുന്നത്, ഈ നാമത്തിലാണ് വിടുതലിരിക്കുന്നത്. ഈ നാമത്തിൻ്റെ മുൻപിൽ സകല തിന്മകളും കീഴടങ്ങും. ഈ നാമത്തിൻ്റെ മുൻപിൽ സകല രോഗങ്ങളും കീഴടങ്ങും. ഈ നാമത്തിന് മുൻപിൽ സകല പൈശാചിക ശക്തികളും കീഴടങ്ങും. എല്ലാ അന്ധകാര ലോകവും ഈ നാമത്തെ കേൾക്കുമ്പോൾ, ഈ പേര് ഉച്ചരിക്കുന്നത് കേൾക്കുമ്പോൾ, യേശു എന്ന പേര് ഉച്ചരിക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ അന്ധകാര ലോകം ഭയപ്പെടാൻ തുടങ്ങും. കാരണം നരകത്തെ വിറപ്പിക്കുന്ന നാമം യേശുവിൻ്റെ നാമമാണ്. യേശു എന്ന നാമം നീ ഉച്ചരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിന് മേൽ അവകാശം പറയുന്ന തിന്മകൾ വിട്ടുമാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യേശുവേ എന്ന് നമ്മളെ കൊണ്ട് പിശാച് വിളിപ്പിക്കാത്തത്. കാരണം ഓരോ തവണ ഈ നാമം ഉച്ചരിക്കപ്പെടുമ്പോഴും സ്വർഗത്തിൻ്റെ ഒരു ഇൻവേഷൻ നിൻ്റെ ജീവിതത്തിനകത്തുണ്ടാവും. അതായത് പിശാച് കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു വലിയ സ്വർഗീയ പ്രവർത്തനം വെളിപ്പെടാൻ തുടങ്ങും. ഈ നാമം നിങ്ങളുടെ ജീവിതത്തിൽ മാംസമായി തീരട്ടെ. ഈ നാമത്തിൻ്റെ വെളിപാടിൽ ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ നാമത്തിൻ്റെ യഥാർത്ഥ ഉള്ളറകളിലേക്ക് നിങ്ങളെ നയിച്ച്, ഈ ദൈവിക രഹസ്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നയിച്ച്, ഈ നാമത്തിൽ നിന്നുളവാകുന്ന, അതായത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ലഭിക്കുന്ന രക്ഷ, സൗജന്യമായ രക്ഷ, അത് ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, സകലത്തിനുമൊത്തുള്ള സൗജന്യമായ രക്ഷ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ നാമത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ഗുണകരമായി തോന്നിയെങ്കിൽ, മറ്റുള്ളവർക്ക് ഈ തിരുവചന ശുശ്രൂഷ ഒരനുഗ്രഹമായി തീരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഇതിനകത്തുകൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കുകയും ചെയ്യുക. അങ്ങനെ നമുക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷവൽക്കരണത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഭാഗവാക്കുകളായി തീരാം. അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നതിലൂടെയുള്ള ചില നന്മകൾ നിങ്ങൾക്കും സ്വായത്തമാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.